ഏതെങ്കിലും സർക്കാരിനെതിരായിട്ടോ ഏതെങ്കിലും സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരായിട്ടോ എന്തെങ്കിലും ഒരു അലിഗേഷൻ വന്നാൽ ആ സർക്കാരിന്റെ കാലഘട്ടത്തിലെ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ കീഴിൽ അതൊക്കെ തെളിയും എന്നാണ് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? അങ്ങനെ തെളിഞ്ഞ ചരിത്രം കേരളത്തിലുണ്ടോ? ഇതെല്ലാം മാളങ്ങളിൽ നിന്ന് പുറത്തു വരും. ഒരു പ്രാവശ്യം നിങ്ങളുടെ ഭരണം അവസാനിക്കുന്നതിന്റെ അന്ന് നിങ്ങളുടെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന സകലവന്മാരും പുകച്ച് പുറത്ത് കൊണ്ടുവരും. ഈ സകല കള്ളത്തരങ്ങളുടെ പോലും സകലവരും അഴിയേണ്ടി വരും. അങ്ങനെയുള്ള ആളുകൾക്ക് വിചാരണ ചെയ്യപ്പെടേണ്ടി വരും. അവരെല്ലാം പൊതുജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് വലിയ ധൃതിയൊന്നും കാണിക്കട്ടെ, അല്പം കൂടെ അത് ക്ഷമിക്കും. കണക്കെടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ, അല്ലാതെ കിടന്ന് പൊള്ളണ്ട. പിന്നെ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടുത്തെ സീരിയല് കണക്കായിട്ട് ഞാൻ ആരോപണം ഉന്നയിക്കണം. ഞാനാണോ ഉന്നയിച്ചത്? നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിന്റെ മകൻ സ്വർണം പൊട്ടിക്കൽ കേസിലെ മാനേജറാണെന്ന് പറഞ്ഞത് BRM ഷബീറാണോ? ആണോ? സ്വർണം പൊട്ടിക്കലിന്റെ കമ്മീഷൻ പറ്റിയ ആളിനെ യൂത്ത് കമ്മീഷന്റെ ചെയർമാനായിട്ട് വെച്ചെന്ന് പറഞ്ഞത് BRM ഷബീറാണോ മനു തോമസ് ആണോ? ആരാ പറയണത്? സ്വർണം പൊട്ടിച്ച് കൂറ്റൻ ബംഗ്ലാവ് പണിതു എന്ന് ആലിഗേഷൻ പരസ്യമായിട്ട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് നടപടിയെടുത്തു? ആരെ കൊണ്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റി? അത് ഒന്ന്. രണ്ടാമതൊരാൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഈ കരിവണ്ണൂരിൽ തട്ടിപ്പ് നടത്തിയ സതീഷിന്റെ വീട്ടിൽ വന്നു പോയ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ പേര് വിവരങ്ങൾ ഞാൻ പുറത്തു പറയണോ? കരിവണ്ണൂർ ബാങ്കിൽ വർഗീസിന് എന്താണ് ഒളിക്കാനുള്ളത്? CPM വ്യാജമായിട്ട് അക്കൗണ്ട് ഉണ്ടോ? 29 വ്യാജ അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ അക്കൗണ്ടുകൾ ഇന്നതാണ്, ഇന്ന അക്കൗണ്ടുകൾ ഞങ്ങളുടേതല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കേണ്ടത് ഞങ്ങളാണോ CPM ജില്ലാ സെക്രട്ടറി ആണോ? ഈ പണം വാങ്ങിയത് ഞങ്ങളിതാ ഈ കാണുന്ന 40 സെന്റ് സ്ഥലവും പാർട്ടി ഓഫീസും വാങ്ങിയത് കരിവണ്ണൂർ ബാങ്കിലെ കള്ളപ്പണമല്ല, ഞങ്ങളുടെ പണമാണ്. അതിന് ഇന്ന രേഖകളുണ്ട്, അതിന്റെ സോഴ്സ് ഇതാണ് എന്ന് പറയേണ്ടത് ഞാനാണോ നിങ്ങളുടെ പാർട്ടിയാണോ? ഇനി ബിസിനസ് ബന്ധം, ഞങ്ങൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര പൊള്ളുന്നതിനാ? ജോർജ് M തോമസിനെതിരായിട്ട് ഇവിടെ കരിങ്കൽ മാഫിയയുമായി ബന്ധപ്പെട്ട് കാശ് വാങ്ങിയെന്നും ഭൂമി ഇടപാട് തട്ടിപ്പ് നടത്തിയെന്നും ഒക്കെ അലിഗേഷൻ വന്നു. നിങ്ങളുടെ പാർട്ടി പുറത്താക്കി. ഞങ്ങളാണോ കൊണ്ടുവന്നത്? അല്ലല്ലോ. നിങ്ങൾ നോക്ക്, ദല്ലാൽ നന്ദകുമാറുമായിട്ട് എന്തിനാ EP ജയരാജന് ബന്ധം? MV ഗോവിന്ദൻ എന്ന് പറയുന്ന നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ജാഥ നടത്തുമ്പോ LDFന്റെ കൺവീനർ ജാഥയിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ പിറന്നാളിന് ഊട്ട് നടത്താനും നേരിയത് പതിക്കാനും പോകുന്നതിന്റെ പിന്നിലുള്ള ബിസിനസ് ബന്ധം എന്താണ്? രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയെയും EP ജയരാജന്റെ ബന്ധുവിന്റെ അല്ലെങ്കിൽ മകന്റെ അല്ലെങ്കിൽ ഭാര്യയുടെ വൈദേഹവും തമ്മിൽ BJPയുടെ കേന്ദ്രമന്ത്രിയുടെ ബിസിനസ് സാമ്രാജ്യവും CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയുടെയോ മകന്റെയോ സ്വന്തമായിട്ടോ അല്ലാതെയുള്ള ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന വൈദേഹവും തമ്മിൽ പരസ്പരം കണക്ഷൻ നടന്നപ്പോ CPMകാരന്റെ ബിസിനസ്സും BJPക്കാരന്റെ ബിസിനസ്സും തമ്മിൽ ഒന്നാവാൻ പാടില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ കൺവീനർക്ക് ഈ ബിസിനസ് ബന്ധം പാടില്ല എന്ന് പറഞ്ഞ് നട്ടല്ലോടെ ജയരാജനെ പിടിച്ചു നിർത്തേണ്ടത് ഞങ്ങളാണോ നിങ്ങളാണോ? പറ. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി പറയപ്പെടുന്നവരുടെ പലരുടെയും മക്കൾക്കെതിരായിട്ട് അലിഗേഷൻ പുറത്തു വന്നു. ഞങ്ങളാണോ ഉത്തരവാദി? അല്ലല്ലോ. പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞു പിണറായി വിജയന്റെ വീട് കാണാൻ പോയ ആളിനെയാണ് 51 വെട്ടുവെട്ടി നിങ്ങൾ തട്ടിയത്. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതാണ് പിണറായി വിജയന്റെ വീടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട് കാണിക്കാൻ ഇവിടെ വെല്ലുവിളിക്കുക. ഇടത് സഹയാത്രിക പറ, കാണിക്ക്. പിണറായി വിജയന്റെ വീട് ചെറുതാണ്, നിങ്ങൾ പറയുന്നത് വലുതല്ല. പിണറായി വിജയന്റെ വീട് 1000 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ളതാണ്. ഇതാണ് പിണറായി വിജയന്റെ വീട് എന്ന് കാണിക്കാൻ തന്നെ ഇടപെട്ടോ നിങ്ങൾക്ക്? അതീവ സുരക്ഷാ മേഖല പോലെ ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ട് രഹസ്യമാക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ വീട് നിങ്ങൾ കാണിക്കേ. ഞങ്ങൾ കാണിച്ച തെറ്റ്, ഞങ്ങൾ പറഞ്ഞ തെറ്റ്, പിണറായി വിജയന്റെ വീടെന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരു തന്നെ ഇന്റർവ്യൂല് കണ്ടിട്ടുണ്ട്. നാട്ടിലൊന്നും ജീവിക്കുന്നല്ലേ? പിന്നെ ഒരുപാട് ഞങ്ങൾ കാണിക്കേ. നിരീക്ഷകൻ സംസാരിച്ചപ്പോ നിങ്ങളുടെ സന്ദർഭത്തിൽ ആ പാവപ്പെട്ട നിരീക്ഷകൻ ഉമേഷ് ബാബുവിനെ പോലെ ഒരു മാന്യനായ വ്യക്തി അദ്ദേഹം വന്ന് സംസാരിച്ചപ്പോ ചാടി കുത്തിയല്ലോ താൻ. അപ്പൊ ഈ നിയമബാധകമല്ലേ? അടങ്ങി അവിടെ ഇരുന്നിട്ട് ഞങ്ങളുടെ സമയത്ത് വരുമ്പോ നിങ്ങൾ കുടിച്ചു വെക്ക്, എന്നിട്ട് തന്റെ സമയം വരുമ്പോ പറയും. അതല്ലേ മര്യാദ? ഉമേഷ് ബാബുവിനോട് തുള്ളി ചാടിയല്ലോ. ഉമേഷ് ബാബു ഒക്കെ ടിവിയിൽ വന്നു തുടങ്ങിയിട്ട് എത്ര കാലമായെന്നറിയോ? ശരി ഷഫീർ, അത് ഇവിടെ നമുക്ക് പറഞ്ഞിരുമോ? നിങ്ങളെയൊക്കെ സ്കൂളിൽ പോകുന്ന കാലം മുതൽ ടിവിയിൽ വന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വിവക്ഷിക്കുന്ന ആളാണ് ശ്രീ ഉമേഷ് ബാബുവിനെ പോലുള്ള ആളുകൾ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അരവിന്ദാക്ഷൻ പിന്നെ തൃശ്ശൂരിൽ അരവിന്ദാക്ഷൻ
ഇഡി വിളിച്ചു, ചോദ്യം ചെയ്തു. അദ്ദേഹം പറയണ്ടേ എന്റെ സ്വത്ത് വിവരങ്ങൾ ഇത്രയാണ്, എന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, എന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, പണം വന്നു എന്നുള്ളത് ആരോപണമാണ്. നിങ്ങൾക്കറിയോ, വള്ളി ചെരുപ്പ് വിട്ടുകൊണ്ട് വെറും പറയട്ടെ, വള്ളി ചെരുപ്പ് വിട്ടുകൊണ്ട് പിന്നെ അംബാസഡർ കാറിന്റെ ടാക്സി ഡ്രൈവറായിട്ട് നടന്നവൻ എങ്ങനെ കോടീശ്വരനായി? 2006 ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ വള്ളി ചെരുപ്പ് വിട്ടുകൊണ്ട് കരമ്പേനടിച്ച് ഉടുപ്പ് വിട്ടുകൊണ്ട് വയലേലകളിലൂടെ നടന്ന ഒരാൾ പിന്നീട് ഇവിടെ കോടീശ്വരനായിട്ട് ആരോപണം വന്നത് എങ്ങനെയാ? തൃശ്ശൂരിലെ നിങ്ങളുടെ ഒരു മന്ത്രി, നിങ്ങളുടെ പഴയ ജില്ലാ സെക്രട്ടറി എങ്ങനെ വന്നു? ഞങ്ങളാണോ കുഴപ്പക്കാർ? സഹോദര, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയോ, CPM പഴയ CPM അല്ല. പണം 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 കിട്ടിയ തക്കത്തിന് സകലതും വെട്ടി കൊണ്ടുപോവുക, സകലതിലും കൈവയ്ക്കുക, സകലതിലും കമ്മീഷൻ അടിക്കുക, സകലതും വിൽക്കുക, സകലതും ലേലം വിളിക്കുക. അത് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്കറിയോ 19 നിങ്ങളെ ജനം എത്തിയത്. നിങ്ങളെ ജനം വെറുതെ എത്തിയതല്ല, ഇതിനേക്കാൾ ദയനീയമായിരിക്കും നിങ്ങളുടെ അവസ്ഥ. നിങ്ങളോടൊപ്പം നിന്ന നിങ്ങളുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ശരി പിണറായി എന്ന് പറയുന്ന സ്ഥലത്ത് പാറപ്പുറത്തുണ്ടായ പാർട്ടിയിലെ ഗ്രാമത്തിൽ കേട്ടു ഷെഫീർ. ഞാൻ പോലും വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ വോട്ട് ചെയ്തിട്ടാ. അല്ല, ഒറ്റ കാര്യമുള്ളൂ. ഇന്നിപ്പോ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ മനോരമയുടെ അടി കൂടെ എഴുതി കാണിക്കുന്നുണ്ട്. എന്താണ്? മുൻ PWD മന്ത്രി, ദേവസ്വം മന്ത്രിയായിരുന്ന G. സുധാകരൻ എന്ന് പറയുന്ന CPM-ന്റെ മുൻ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ മന്ത്രി, അദ്ദേഹം പറഞ്ഞ ഒരു ഒറ്റ വാചകം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെയാണ്: PWD-യിലും അതുപോലെ തന്നെ എക്സൈസിലും റവന്യൂവിലുമൊക്കെ അഴിമതി കൊടികുത്തി വാഴുകയാണ്. അഴിമതിക്കാർ ആഘോഷിക്കപ്പെടുന്ന കാലഘട്ടം, ആദരിക്കപ്പെടുന്ന കാലഘട്ടം, അഴിമതിക്കാരെ ആഘോഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണിത് എന്നിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്: ഞാൻ എന്റെ കാലത്ത് പണിത ഒരൊറ്റ റോഡും പൊളിഞ്ഞിട്ടില്ല. ഈ കുന്തമന നേരെ തൊടുത്തുവിടുന്നത് G. സുധാകരനെ പോലെ ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരൻ തൊടുത്തുവിടുന്നത് റിയാസിന് നേർക്കെതിരെയാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ പോലും വിരൽ ചൂണ്ടുകയാണ് ഈ അഴിമതിക്കും ഈ ബിസിനസ് ബന്ധത്തിനും ഈ കച്ചവടത്തിനും. ചർച്ചകളിൽ ആവർത്തിച്ച് പറയുകയും എന്നാൽ തിരുത്തേണ്ടിടത്ത് ജനമധ്യത്തിൽ വ്യക്തത വരുത്താൻ പോലും പറ്റാത്ത വിധത്തിൽ പാർട്ടി നിന്ന് വിയർക്കുകയും ചെയ്യുന്നതാണ് കോഴിക്കോട്ടെ ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നത്. ഇതിനൊരു മാറ്റം എപ്പോഴുണ്ടാകും. കൃത്യമായി സമ്മേളനങ്ങൾ കൂടുകയും വിമർശനങ്ങൾ നടത്തുകയും സ്വയം വിമർശനങ്ങൾ ചെയ്യുകയും നടത്തുന്ന ഒരു പാർട്ടി തന്നെയാണ്. അല്ലാതെ കേരളത്തിലെ കോൺഗ്രസിനെ പോലെ നോമിനേറ്റ് ചെയ്യുകയും കുറെ നേതാക്കന്മാരുടെ പെട്ടിയെടുക്കുന്നവന്മാർക്കെല്ലാം MLA സ്ഥാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന തോർത്ത് ചമക്കുകയും ചെയ്യുന്നവന് സീറ്റ് കൊടുക്കുന്ന പരിപാടിയൊന്നും CPM-നകത്ത് ഇല്ല എന്ന് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കിയാൽ കോൺഗ്രസ്സുകാർക്ക് നല്ലതാണ്. മര്യാദയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടത്താൻ ഇല്ലാത്തവരാണ് കോൺഗ്രസ് അഴിമതിയെ കുറിച്ച് ഭാര്യ മന്ത്രിയാക്കിയവന്മാരും മരുമകനെ മന്ത്രിയാക്കിയവർ അവരോട് പോയി പറഞ്ഞാൽ മതി പെട്ടിയെടുപ്പുകാരനെന്ന്. കേട്ടോ, വെട്ടിയെടുപ്പുകാരനെന്നും പിന്നെ കൂട്ടിക്കൊടുപ്പുകാരനെന്നൊക്കെ പറയുന്നത് ഞങ്ങളോട് വേണ്ട. കേട്ടോ, ആരാണ് മരുമകൻ മന്ത്രിയാണെന്നറിയാം, ആരാണ് ഭാര്യ മന്ത്രിയാക്കിയ ആളെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോട് വേണ്ട. സത്യം പറഞ്ഞാൽ കൊള്ളുന്നുണ്ടോ? ഞങ്ങൾ കൊള്ളില്ല. ഞങ്ങൾക്ക് എന്തിനു കൊള്ളണം? നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗത്തിനോട് ചോദിച്ചാൽ ഇതിനാണ് ഭാര്യ മന്ത്രിയാക്കിയത്. പ്രതികരിക്കാതിരുന്നാലും പ്രതികരിക്കുന്നതിനനുസരിച്ചും പൊതുമധ്യത്തിൽ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. വളരെയധികം നന്ദി ശ്രീ ഉമേഷ് ബാബു, ശ്രീ ജയരാജ്, ശ്രീ ബി.